തൃശൂർ അതിരൂപതയുടെ പ്രദേശം കൂടി ഉൾപ്പെടുന്ന രൂപതയാണ്, ലത്തീൻ രൂപതയാണ് കോട്ടപ്പുറം. തീർച്ചയായിട്ടും കോട്ടപ്പുറത്ത് പുതിയൊരു മെത്രാനുണ്ടാകുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അംബ്രോസ് പിതാവിന് തൃശൂർ അതിരൂപതയുടെ മാത്രമല്ല അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ കൂടി CBCI പ്രസിഡന്റ് എന്ന നിലയിൽ ആശംസകൾ നേരുകയാണ്. പിതാവിന് ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ഞങ്ങളിനി ഒരേ പ്രദേശത്ത് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ പിതാവ് കഴിഞ്ഞ ഞായറാഴ്ച വന്നിരുന്നു. പിതാവിന് ഞങ്ങൾ തൃശ്ശൂര് ഔദ്യോഗികമായി തന്നെ സ്വീകരണം കൊടുത്തു, തട്ടിപ്പിതാവിന്റെ സ്വീകരണത്തോടുകൂടി. അപ്പോൾ അംബ്രോസ് പിതാവിന് എല്ലാവിധ ആശംസകളും ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരിലൂടെ ഞാൻ നൽകുന്നു. ഈ അവസരത്തില് വളരെ സന്തോഷത്തോടുകൂടെ ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ എനിക്ക് അംബ്രോസ് പിതാവിന് എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. ഇരിങ്ങാലക്കുട രൂപത അതിർത്തിയിലുള്ള കോട്ടപ്പുറം രൂപതയുടെ പല പള്ളികളിലും അതോടൊപ്പം തന്നെ സെമിനാരി ഡയറക്ടറായിട്ടും വളരെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ നല്ല സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. വളരെ ലാളിത്യവും അതോടൊപ്പം തന്നെ വളരെ ദൈവഭയവും വളരെ ഔദാര്യ മനസ്കതയും ഒക്കെ കൈമുതലായിട്ടുള്ള അംബ്രോസ് പിതാവിന് കോട്ടപ്പുറം രൂപതയുടെ നല്ലൊരു മേലധ്യക്ഷനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. കോട്ടപ്പുറം രൂപതയ്ക്ക് പുതിയൊരു മെത്രാനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ഈ നിയുക്ത മെത്രാൻ പള്ളിപ്പുറത്തുകാരനാണ്, നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ജനങ്ങളെ അറിയുവാനും ജനങ്ങളോട് ബന്ധപ്പെടുവാനും ജനങ്ങളെ വളർത്തുവാനുമുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. തന്നെയല്ല, നല്ല അജപാലന പരിചയമുണ്ട്. അദ്ദേഹം കോട്ടപ്പുറത്തും അതുപോലെ തന്നെ പല നല്ല പള്ളികളിലൊക്കെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പാഠവും പ്രകടമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ നാട്ടുകാരനായതുകൊണ്ട് നാട്ടുകാരുടെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുന്ദരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ കോട്ടപ്പുറം രൂപതയ്ക്ക് മാത്രമല്ല കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കുമൊക്കെ അദ്ദേഹം അഭിമാനമായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.